പറവൂർ ചേന്നമംഗലം കൂട്ടക്കൊലക്കേസിൽ പ്രതി ഋതു ജയനു വേണ്ടി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകി. കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് ആലുവ റൂറൽ എസ്.പി. ഡോക്ടർ വൈഭവ് സക്സേന അറിയിച്ചു. അതേസമയം ആക്രമണത്തിൽ പരിക്കേറ്റ ജിതിൻ ബോസിന്റെ നില ഗുരുതരമായി തുടരുകയാണ്. കൂട്ടക്കൊലക്കേസ് പ്രതി ഋതുവിനെ പോലീസ് 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങി. കൂടുതൽ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും നടത്താനാണ് പോലീസ് തീരുമാനം. തെളിവെടുപ്പിനിടെ ജനരോഷമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ പോലീസുകാരെ വിന്യസിക്കുമെന്നും ആലുവ റൂറൽ എസ്.പി. പറഞ്ഞു. 17-അംഗ അന്വേഷണ സംഘത്തിൽ 3 ഡിവൈഎസ്പിമാരുണ്ട്. കൊലപാതകം നടത്താനുണ്ടായ കാരണം എന്തെന്നതിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. ഋതു ജയന് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നും റൂറൽ എസ്.പി. ഡോക്ടർ വൈഭവ് സക്സേന വ്യക്തമാക്കി. വളരെ ഗൗരവമായ രീതിയിൽ നമ്മൾ നോക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു സ്പെഷ്യൽ ടീം രൂപീകരിച്ചു. ഈ സ്പെഷ്യൽ ടീമിൽ 3 ഡിവൈഎസ്പിമാരെ ഓഫീസറുണ്ട്. പിന്നെ ടോട്ടൽ 17 പേരുണ്ട്. എല്ലാ സയൻറ്റിഫിക് എക്സ്പേർട്സ്, സൈബർ എക്സ്പേർട്സ് എല്ലാവരുമുണ്ട്. എല്ലാ ആംഗിൾസ് വിശദമായി അന്വേഷിക്കും. ഉടൻ തന്നെ ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യും. ഉടൻ തന്നെ നമ്മൾ മാക്സിമം ശിക്ഷ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എല്ലാ എഫേർട്സ് എടുക്കും. അതേസമയം ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്ന ജിതിൻ ബോസിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞു. ജിതിൻ മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങിയതായി ഡോക്ടർമാർ അറിയിച്ചു. ജിതിന്റെ തുടർ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് പ്രാദേശിക ഭരണകൂടം. സ്ഥിരം ക്രിമിനലും 5 കേസുകളിൽ പ്രതിയുമായ ഋതുവിനെതിരെ നേരത്തെ നടപടിയെടുത്തിരുന്നെങ്കിൽ 3 പേരുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇയാൾക്കെതിരെ നിരന്തരം പരാതിയുണ്ടായിട്ടും പോലീസ് നിസ്സംഗത പാലിച്ചെന്ന ആരോപണം ശക്തമാണ്. കഴിഞ്ഞ ദിവസം പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുമുണ്ടായ പ്രതിഷേധവും കയ്യേറ്റവും കണക്കിലെടുത്താണ് തെളിവെടുപ്പിനെത്തിക്കുമ്പോൾ കൂടുതൽ സന്നാഹങ്ങൾ ഒരുക്കാനുള്ള പോലീസ് നീക്കം. ന്യൂസ് 18 കൊച്ചി.